എല്ലാവർക്കും നമസ്കാരം. ഹൈജീനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പിനെ കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആളുകളുടെ ഒരു ചോദ്യം, എങ്ങനെയാണ് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുക, നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് പിക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ നമ്മൾ അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മളായിട്ട് എവിടെന്നെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്തിട്ട് എത്തിക്കുന്ന രീതിയിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അവിടെ എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം ആവർത്തിച്ച് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത് ഹൈജീനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ് കണ്ണൂർ ജില്ലയിലെ ജോസ്ഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പുകയൂണി ഈക്കോ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 4.5 ഏക്കറോളം പരന്നു കിടക്കുന്ന വളരെ സസ്യലതാദികൾ നിറഞ്ഞ സമൃദ്ധമായിട്ടുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ, അതേപോലെ തന്നെ ഹിൽ ടോപ്പിലായതുകൊണ്ട് നല്ല തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒരു മലയോര മേഖലയാണ്, പക്ഷേ നല്ല സുഖമായി എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് സൗകര്യമുണ്ട്. ഫാമിൻ്റെ ഉള്ളിൽ വരെ വാഹനങ്ങൾ എത്തുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ ഫാമിൻ്റെ ഉള്ളിൽ വരെ വരും, ഫാമിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ടൗൺ ജോസ്ഗിരിയാണ്. അവിടെ നിന്ന് ഒരു 1.25 കിലോമീറ്ററാണ് നമ്മുടെ ഫാമിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഫാമിലേക്ക് എത്താം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദൂരെ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബസ് ടിക്കറ്റോ ബുക്ക് ചെയ്യുക. ഓക്കെ, ഇനി കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേറൊരു വഴി, ചെറുപുഴ എന്ന് പറയുന്നൊരു ടൗണുണ്ട് അടുത്ത്. ഇവിടുന്ന് നമ്മുടെ ഫാമിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 19-20 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ചെറുപുഴയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നും ബസ് സർവീസ് ഉണ്ട്. KSRTC ബസ് സർവീസുകളുണ്ട്. അതായത് പത്തനംതിട്ട അടൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളുണ്ട്, കോട്ടയം പാല വഴി വരുന്ന ബസ്സുകളുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് KSRTC ബസ്സുകൾ ബുക്ക് ചെയ്തിട്ട് ചെറുപുഴ ടൗണിൽ വന്ന് ഇറങ്ങിയാൽ ചെറുപുഴയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ ബസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനുള്ള ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ തരാം. ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിലും നമ്മുടെ ജോസ്ഗിരി നമ്മുടെ ഫാമുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അവിടുത്തെ നാട്ടുകാരുണ്ട്. അവർക്ക് ഓട്ടോയും ജീപ്പ് സർവീസും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ നിങ്ങളെ വന്ന് പിക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു ചാർജ് അവർക്ക് കൊടുത്താൽ മതി. ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് വരലും പോകലും ഒന്നും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് യാത്ര പ്ലാൻ ചെയ്താൽ ശരിയാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ എന്തായാലും നിങ്ങൾക്കൊരു സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ജനറൽ കാറ്റഗറിയിൽ സ്ലീപ്പർ ക്ലാസ്സിലൊരു സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും വളരെ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈജീനിക്സ് ലൈഫ് എല്ലാ മാസമുള്ള ക്യാമ്പുകളുടെ ഡേറ്റ് വളരെ നേരത്തെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജനുവരി മാസത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബറിൽ തന്നെ പ്ലാൻ ചെയ്യണം. ക്യാമ്പിന് വേണ്ടിയിട്ടൊരു സീറ്റ് ബുക്ക് ചെയ്യുക, അതേസമയം തന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ വരാനും പോകാനുമുള്ള ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂരാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്ന ആളുകൾക്ക്, ട്രെയിൻ ബസ് വഴി മാർഗം വരുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂരാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം. അതിന് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ അവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോസ്ഗിരി ബസ്സുകളുണ്ട്. ഇനി ഡയറക്റ്റ് ജോസ്ഗിരി ബസ് ഇല്ലാത്തൊരു സമയത്താണ് നിങ്ങൾ അവിടെ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് രാജഗിരി എന്ന് പറയുന്ന നമ്മുടെ ഫാമിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള രാജഗിരി വരെയുള്ള ബസ്സുകൾ ലഭ്യമാണ്. രാജഗിരിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ ഫാമിലേക്ക് എത്താം, നമ്മുടെ ക്യാമ്പ് സെൻറ്ററിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ യാത്ര നേരത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തൽക്കാൽ ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ഈ പെട്ടെന്ന് ഒരു വളരെ ചെറിയൊരു സമയത്തിനുള്ളിലാണ് ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞത്, ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, സൗകര്യമുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാൽ റിസർവേഷൻ വഴി അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSRTC ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ യാത്ര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം പലപ്പോഴും ഇത്രയും ദൂരം വരണ്ടേ എന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും ആൾക്കാർ വേറെ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ, തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ ഈ ജോസ്ഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള നമ്മുടെ തന്നെ പുകയൂണി ഈക്കോ ഫാം ഹൈജീനിക്സ് ലൈഫ് അക്കാദമിയിൽ മാത്രമേ നമ്മളിപ്പോൾ നടത്തുന്നുള്ളൂ. അപ്പോൾ അത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്താണ്, ശരിയാണ്. പക്ഷേ ഇത് ദൂരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രതിബന്ധമാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം
ഈ ഒരു പ്രോഗ്രാം വളരെ വെർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് എത്തിച്ചേരാൻ കഴിയും. കാരണം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് വരാം. അവിടെ നിന്ന് ഡയറക്റ്റ് ജോസ്ഗിരി ബസ്സുകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്യാമ്പ് കഴിഞ്ഞിട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോസ്ഗിരിയിൽ നിന്ന് ഈ പയ്യന്നൂരേക്ക് ഡയറക്റ്റ് ബസ്സുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാജഗിരിയിൽ നിന്ന് പയ്യന്നൂരേക്ക് ഡയറക്റ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള സമയമൊക്കെ ദൂരമൊക്കെ നമുക്ക് ഓട്ടോറിക്ഷയിൽ മാനേജ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ യാത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും സുഖമായി എത്തിച്ചേരാൻ കഴിയും. ഫാമിൻ്റെ ഉള്ളിൽ വരെ ഓട്ടോറിക്ഷയോ കാറോ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ കണ്ണൂർ ടൗണിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ വരാം. കണ്ണൂർ ടൗണിൽ നിന്ന് സ്വന്തം വണ്ടിയിൽ വരുന്ന ആൾക്ക് വേറൊരു റൂട്ടുണ്ട്. തളിപ്പറമ്പ്, ആലക്കോട്, ഉദയഗിരി വഴിയുള്ള ഒരു റോഡുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് വരാവുന്നതാണ്. അത് സ്വന്തം കാറിൽ വരുന്നവർക്കായിരിക്കും സൗകര്യം. കാരണം അല്ലെങ്കിൽ 2-3 ബസ്സൊക്കെ മാറി കയറിയിട്ട് അങ്ങനെയൊക്കെ വരണം. അത് കുറച്ച് പബ്ലിക് ആയിട്ട് ട്രാൻസ്പോർട്ടിൽ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്ന ആളുകൾ എന്തായാലും പയ്യന്നൂർ വഴി തന്നെ വരിക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ ഹൈജീനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പിൽ ട്രൂലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ദൂരം അല്ലെങ്കിൽ യാത്രയുടെ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളോ പ്രതിബന്ധമാകാതിരിക്കട്ടെ. ഇത് എന്താ പറയണത്, ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും എന്തായാലും ഒരു പങ്കെടുക്കേണ്ട പ്രോഗ്രാമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങൾക്കത് പങ്കെടുത്താൽ മനസ്സിലാവും. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് ഇത്രയും മെനക്കെട്ട് യാത്ര ചെയ്ത് വന്നിട്ടും ക്യാമ്പ് ഒരു വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്ത് തരാൻ തയ്യാറാണ്. അതിനാണ് നമ്മൾ ക്യാമ്പിൽ മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് പോയാലും നിങ്ങൾക്ക് ഓൺലൈൻ ഫോളോ അപ്പ് ഉണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സപ്പോർട്ട് നൽകും. ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് ഈ ക്ലാസ്സുകൾ കൊടുക്കുക. അതിനുള്ള ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽസ്, ഓഡിയോ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ക്യാമ്പ്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ ആയിട്ട് തയ്യാറെടുക്കുക. നന്ദി.